ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലിറ്റിൽ കൈറ്റ്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവറിന് അത്യാവശ്യമായ ഘടകം ഏതാണ്? ഉത്തരം CPU. wwwന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് വെബ്. സി എന്ന പ്രോഗ്രാമിംഗ് ഭാഷ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം ഡെന്നിസ് റിച്ചി. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഉത്തരം ക്രീപ്പർ വൈറസ് ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്. ഡാറ്റ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഹാർഡ് ഡ്രൈവ് ആണ് ഡാറ്റ സംഭരണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണം. ഇന്ത്യ ആഗോള ഇന്റർനെറ്റ് പൊതു ശൃംഖലയിൽ ചേർന്നത് ഏതു വർഷമാണ്? ഉത്തരം 1995 ആഗസ്റ്റ് 15. ലാൻ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. CPUവിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ് CPUവിന്റെ പൂർണ്ണരൂപം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചത് ഏത് കമ്പനിയാണ്? ഉത്തരം മൈക്രോസോഫ്റ്റ് ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ഇന്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഉത്തരം ആർച്ചിയാണ് ഇന്റർനെറ്റിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. കാർട്ടൂണുകൾ, ഗെയിമുകൾ, അനിമേഷനുകൾ എന്നിവ എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം സ്ക്രാച്ച് എന്ന സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം CPUവിനെയാണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തുന്ന വ്യാപാരത്തെ എന്താണ് പറയുന്നത്? ഉത്തരം ഇന്റർനെറ്റിലൂടെയുള്ള വ്യാപാരത്തെ ഇ-കൊമേഴ്സ് എന്നാണ് പറയുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം വാഷിംഗ്ടണിലാണ് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ആസ്ഥാനം. IoTയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. വേൾഡ് വൈഡ് വെബിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ടിം ബേണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബിന്റെ സ്ഥാപകൻ. IP അഡ്രസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് IPയുടെ പൂർണ്ണരൂപം. നെക്സസ് എന്നറിയപ്പെടുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഉത്തരം വേൾഡ് വൈഡ് വെബ് ആണ് നെക്സസ് എന്നറിയപ്പെടുന്ന വെബ് ബ്രൗസർ. നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന ബ്രൗസർ വികസിപ്പിച്ചത് ആരാണ്? ഉത്തരം മാർക്ക് ആൻഡ്രീസൺ. ഇമെയിൽ വിലാസത്തിൽ ആദ്യമായി ചിഹ്നം തിരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? ഉത്തരം 1972. വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വയർലെസ് ഫിഡിലിറ്റി. ഇന്റർനെറ്റിൽ ലഭ്യമായ ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ഏതാണ്? ഉത്തരം ഓളം. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിജയ് പാണ്ഡുരംഗ് ഭട്കർ. കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവനും വിന്യസിച്ചിരിക്കുന്ന ശൃംഖലയെ വിളിക്കുന്നത് എന്താണ്?
ഉത്തരം ഇന്റർനെറ്റ്. വിക്കിപീഡിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം ജിമ്മി വെയിൽസ്, ലാറി സാങ്കർ എന്നിവർ. നമ്മുടെ കീബോർഡിലെ സ്പേസ് കീ അമർത്താൻ നമ്മൾ ഏത് വിരലാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം തള്ളവിരലാണ് കീബോർഡിലെ സ്പേസ് കീ അമർത്താൻ ഉപയോഗിക്കുന്നത്. 1990 കണ്ടുപിടിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? ഉത്തരം വേൾഡ് വൈഡ് വെബ്. കത്തുകൾ, നോട്ടീസുകൾ, ലേഖനങ്ങൾ ഇവ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ലിബർ ഓഫീസ് റൈറ്റർ. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ആദ്യമായി അവതരിപ്പിച്ചത് ഏത് കമ്പനിയാണ്? ഉത്തരം IBM കമ്പനിയാണ് ആദ്യമായി കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് അവതരിപ്പിച്ചത്. സന്ദേശങ്ങൾ വേഗത്തിൽ കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? ഉത്തരം ഇമെയിലാണ് സന്ദേശങ്ങൾ വേഗത്തിൽ കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം. സ്ക്രാച്ച് ജാലകം തുറക്കുമ്പോൾ ലഭിക്കുന്ന പശ്ചാത്തലത്തെ പറയുന്നത് എന്താണ്? ഉത്തരം സ്റ്റേജ് എന്നാണ് സ്ക്രാച്ച് ജാലകം തുറക്കുമ്പോൾ ലഭിക്കുന്ന പശ്ചാത്തലത്തെ പറയുന്നത്. ഏത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ആപ്പിൾ ആണ് ആദ്യമായി അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി അവതരിപ്പിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.